അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ലേ ഔട്ടിൽ വരുത്തുന്ന ചേഞ്ചസൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഓരോ എഡ്ജസും ചേഞ്ചസ്, ഇപ്പോൾ വർക്ക് സ്പേസ് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെങ്ങനെ വലിച്ചിട്ടാൽ മതി. അതേപോലെ തന്നെ ഇതിനെ ഫുൾ സ്ക്രീൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോവാം, എന്നിട്ട് ഏതാണോ വിൻഡോ വേണ്ടത് ആ വിൻഡോ, അതായത് ഇപ്പോൾ ഈ വിൻഡോ നിങ്ങൾക്ക് വലുതാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കേഴ്സർ വെച്ചിട്ട് കൺട്രോൾ അടിക്കുക, സ്പേസ് ബാർ അടിക്കുക, അത് വലുതായി കിട്ടും. കണ്ടോ? അപ്പോൾ ഇത് ബേസിക്കലി കളക്ഷൻസ് ഈ കളക്ഷനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഈ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് സ്പേസിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതിനെ പറയുന്നൊരു പേരാണ് കളക്ഷൻ. അതായത് ഇപ്പോൾ ഫോട്ടോഷോപ്പൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, നമ്മൾ പല പല ലേയേഴ്സ്, ഫോട്ടോഷോപ്പിലാണെങ്കിൽ ലേയേഴ്സ് എന്ന് പറയാം, കുറേ ലേയേഴ്സ്, അതിൻ്റെ ഉള്ളിൽ കുറേ ഇതുണ്ടാവില്ല, അതേപോലത്തെ ഉള്ളൊരു സംഭവമാണ് ഇത്. ഇത് കൺട്രോൾ അടിച്ചു കഴിഞ്ഞാൽ എല്ലാം സെലക്ട് ചെയ്യാം. നമ്മൾ എഡിറ്റ് മോഡ് മാറ്റിയിട്ട് കൺട്രോൾ അടിച്ചപ്പോൾ എല്ലാം സെലക്ട് ആയി, ഇവിടെ എല്ലാം സെലക്ട് ആയി. ഇപ്പം ഞാൻ ഇവിടെ ക്യാമറ മാത്രം സെലക്ട് ചെയ്താൽ അവിടെ ക്യാമറ സെലക്ട് ആവും, ക്യൂബ് സെലക്ട് ചെയ്താൽ ആ ക്യൂബ്, ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ്, സ്പിയർ ആണെങ്കിൽ സ്പിയർ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ റീനെയിം ചെയ്യാം. നമ്മളിപ്പോൾ ഒരു വലിയ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവാനാ? നമ്മളൊരു വീടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഹൗസ് എന്ന് പറഞ്ഞിട്ട് റീനെയിം ചെയ്തിടുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റെ ഹൗസിൻ്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഹൗസ് ഞാൻ സെലക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ പോയിട്ട് നമുക്കിപ്പോൾ ഏതാണെന്ന് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഹൗസിലൂടെ ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് മനസ്സിലാവും. പിന്നെ ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറുടെ സ്ക്രീൻ വളരെ ചെറുതാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കിടക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ കിടക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ മൗസിൻ്റെ ഇതുണ്ടല്ലോ, ഈ ആരോ ഇവിടെ കൊണ്ട് ചുമ്മാ വെക്കുക, ക്ലിക്കും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട, എന്നിട്ട് കൺട്രോൾ കീ പ്രസ് ചെയ്യുക, സ്പേസ് അടിക്കുക, അപ്പോൾ ആ മെനു വലുതാവും. അതേപോലെ ഈ മെനു വലുതാക്കണമെങ്കിൽ കൺട്രോൾ അടിക്കുക, സ്പേസ് അടിക്കുക. മനസ്സിലായല്ലേ? നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താകെ മൊത്തത്തിൽ കുളമാക്കിയെന്ന് വെച്ചോ. അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം. നമുക്കൊരു എത്തും പിടിയില്ല, ഇത് എവിടെ പോയി അല്ലെങ്കിൽ എങ്ങനെയാണ് കിടക്കുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടാവാത്ത അവസ്ഥ വരും ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഫയലിൽ പോവാം, ഇതിനകത്ത് ഡിഫോൾട്ടിൽ പോവുക, ലോഡ് ഫാക്ടറി സെറ്റിങ്സിൽ കൊടുക്കുക, ഓക്കെ കൊടുക്കുക, കൺഫേം കൊടുക്കുക. കണ്ട? അപ്പോഴത്തേക്കും നമുക്കത് പഴയ പോലെ തന്നെ വന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ ഈ ഒരു ക്യൂബിനെ വേറെ ഏതൊക്കെ അല്ല ഷെയ്ഡിങ് എങ്ങനെ നോക്കാം, ഇതിന് കളർ കൊടുക്കുന്നത് എങ്ങനെയാണ്, ഓരോരോ ചെറിയ ചെറിയ ഒബ്ജക്ട്സ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.